നമസ്കാരം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ ദളിത് സംഘടനകളും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ചേർന്ന് നടത്തുന്ന ഹർത്താൽ കേരളത്തിൽ രാവിലെ 6 മണി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളുമൊക്കെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഹർത്താൽ ശക്തമായിരിക്കുന്നത്. അവിടെ എല്ലാ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം വൈറ്റില ഹബിലാണ്. ഇവിടെ ഹർത്താൽ സാരമായി ബാധിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട്. കൂടാതെ ഇവിടെ നിന്നും സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണവും പരിമിതമാണ്. KSRTC ബസ്സുകളുമൊക്കെ പരിമിതമായിട്ടാണ് സർവീസ് നടത്തുന്നത്. കാരണം കോട്ടയം മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും സർവീസ് അവസാനിപ്പിച്ച് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കോട്ടയം ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് സാരമായ യാത്രാക്ലേശം അനുഭവിക്കുന്നുണ്ട്. അതേസമയം കൊച്ചി സിറ്റിയിൽ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾ തടയുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പൊതുഗതാഗതം തടയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഹർത്താൽ അനുകൂലികൾ അത്രയും പ്രതിഷേധമൊന്നും നടത്തുന്നില്ല. അതുകൊണ്ട് സിറ്റിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം റൂറൽ ഏരിയകളിലൊക്കെ പല സ്ഥലങ്ങളിലും ചില ദളിത് സംഘടനകൾ ഈ ഒരു വാഹനങ്ങളൊക്കെ തടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട്. ഈ സമയമൊക്കെ വൈറ്റില ഹബ്ബിൽ 100 കണക്കിന് ആളുകൾ എത്തേണ്ടതാണ്. പക്ഷേ ഇവിടെയൊന്നും ആളുകളെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തുന്ന രീതിയിലുള്ള അതേ സമാനമായ ഒരു ഹർത്താൽ എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ എന്തായാലും ഈ ഒരു ഹർത്താലിന് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ്, ഇടപ്പള്ളിയിൽ നിന്നുള്ള കാഴ്ചകളും നമുക്ക് കാണാം. ഇവിടെയും വാഹനങ്ങളൊക്കെ സുഗമമായി പോകുന്നുണ്ട്. എങ്കിലും പൊതുഗതാഗതം കാര്യമായി ഈ നിരത്തിലേക്ക് ഇറക്കിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പല സ്വകാര്യ ബസ് ഉടമകളും ബസ്സുകൾ നിരത്തിൽ ഇറക്കാൻ തയ്യാറായിട്ടില്ല. കാരണം കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ ഈ സമരാനുകൂലികൾ, ഹർത്താൽ അനുകൂലികൾ ഈ വാഹനം ആക്രമിച്ചു കഴിഞ്ഞാൽ, കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ട്രിപ്പ് ഒഴിവാക്കിയാലും വലിയ നഷ്ടമില്ല എന്നാണ് ഈ ഉടമകളൊക്കെ തന്നെ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വകാര്യ ബസ്സുകളിലൊന്നും നിരത്തിലിറക്കാത്തത്. ചുരുക്കം ചില സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ദളിത് സംഘടനകളുടെ ഹർത്താൽ ഇങ്ങനെ കൊച്ചിയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. അതേസമയം ഈ ഒരു വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പത്രപ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഒരു തരത്തിലും ഈ ഹർത്താലിനെ അനുകൂലിക്കില്ല. ഇന്നത്തെ ദിവസം ഈ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കടകളൊന്നും തന്നെ അടഞ്ഞു കിടപ്പില്ല. അതേസമയം യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചു എന്ന് നമുക്ക് കൊച്ചിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.